നമസ്തേ, എല്ലാവർക്കും ഡോക്ടർ സൂസൻ കൗരതിൻ്റെ മൺഡേ ഫേസ്ബുക്ക് ലൈവിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടിക്കോപ്രായങ്ങളെ പറ്റിയാണ്. കുറച്ച് വിഷമത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. പലപ്പോഴും പല ഫേസ്ബുക്ക് ചാനൽസ് അതുപോലെ ടിക്ടോക്കുകളിലൊക്കെ ഞാൻ പല പെർഫോമൻസുകൾ കാണാറുണ്ട്. അതിൽ ചില കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതും ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നതും നമ്മുടെ കുട്ടികളെ കൂടുതൽ സോഷ്യൽ മീഡിയാസിലധികം കൊണ്ടുവന്ന് അവരുടെ പടങ്ങളും അവരുടെ വീഡിയോസും ഒന്നും ഇടാതിരിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് തന്നെ അറിയാം, പല രീതിയിലുള്ള ചൂഷണങ്ങൾക്കും കാരണമാകാറുണ്ട്. അതിൽ ചില കാര്യങ്ങൾ, അവരുടെ ചില പെർഫോമൻസ്, അവർ ചെയ്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കലി അതിടുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഒരു ഫീൽ, ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും പേരൻസ് കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാനായിട്ട് നല്ലതുപോലെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു നല്ല പോസിറ്റീവ് പേഴ്സണാലിറ്റി. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചില കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത് അവരുടെ കുട്ടിത്തത്തിനും അവരുടെ രീതിക്കുമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യും. പക്ഷെ ചില കുട്ടികളിൽ അവർക്ക് ശരിക്കും വായിക്ക് കൊള്ളാത്ത, അതായത് അവർക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഡയലോഗുകളും വളരെ എന്താ പറയുക, ഈ ചീത്ത പറയലും പിന്നെ ആൾക്കാരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്രോശിച്ചു കൊണ്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ആ സോഷ്യൽ മീഡിയ ഇടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മനസ്സ് വളരെ സോഫ്റ്റ് അല്ലെങ്കിൽ വളരെ നൈർമല്യമുള്ള മനസ്സുകളാണ്. അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ പാഠങ്ങളും അവരുടെ ലൈഫിലേക്ക് ഫോളോ ചെയ്യുന്ന പാഠങ്ങളായിട്ടാണ് എടുക്കുന്നത്. അപ്പം എന്ത് ചെയ്തും ഏത് രീതിയിലുള്ളതും നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഫേമസ് ആയാൽ മതി, അല്ലെങ്കിൽ നമുക്കൊന്ന് പേര് കിട്ടിയാൽ മതി എന്നുള്ളതിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് അത് ഫ്യൂച്ചറിലേക്ക് അവരങ്ങനെ ആ രീതിയിൽ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ പേരൻസിന് അത് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ പേരൻസ് തന്നെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പണ്ട് സൂര്യ ടി വിയിൽ വന്നൊരു പ്രോഗ്രാമുണ്ട്, കുട്ടികളെ വെച്ചുകൊണ്ട് കൊച്ചുവായിൽ വലിയ വർത്താനം പറയിപ്പിക്കുക. അത് പക്ഷേ നിയമപരമായിട്ട് തന്നെ നീങ്ങേണ്ടി വന്നു അതൊന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാൻ. അതൊക്കെ വളരെ ദോഷകരമായി കുട്ടികളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടിത്തത്തിൻ്റെ പേരിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നും. അവർ 3 വയസ്സിലും 4 വയസ്സിലും വലിയൊരു വർത്താനം പറയുന്ന പോലെ വർത്താനം പറയുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കും. പക്ഷേ ആ വലിയ വായിലെ വർത്തമാനം വലുതായി കഴിഞ്ഞിട്ട് പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ആ രീതിയിലേക്ക് പോകാതിരിക്കാൻ പേരൻസ് നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മളുടെ കുട്ടികൾ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരുമ്പോൾ ചില പേരൻസിനൊരിതുണ്ട്, കുട്ടികൾ മോള് നല്ലപോലെ പാടും കിട്ടും, മോൻ നല്ലപോലെ ഡാൻസ് കളിക്കും, ഒരു പാട്ട് പാടിക്കേ, ഒരു ഡാൻസ് കളിച്ചേ, അങ്കിളും ആൻറ്റിയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയും. മിക്കവാറും ഈ അങ്കിളും ആൻറ്റിയും കൂടെ ഇരുന്നോട്ട് ചിന്തിക്കുന്ന, ഈശ്വര ഇനി ഇതുകൂടെ കാണണോ എന്നായിരിക്കും. അപ്പം ഒരു പാട്ടൊക്കെ ചിലപ്പോൾ നല്ലപോലെ പാടുന്ന കുട്ടിയാണ്, അവർ പറയണം പാടുക, എന്നാൽ മോളൊരു പാട്ട് പാടുമെന്ന് അവർ ചോദിച്ചാൽ നമുക്ക് പറയാം. ഞാൻ എപ്പോഴും ഓർക്കുന്നു, എൻ്റെ കുട്ടികൾ അവർ ചോദിക്കും, അമ്മ ഞാൻ ഇത് കാണിക്കട്ടെ, ഇത് ഞാൻ ചെയ്യട്ടെ. എൻ്റെ മോക്കൊക്കെ ചിലപ്പം ഈ ഓരോന്നിൻ്റെ എന്തെങ്കിലും പ്രൈസ് കിട്ടി അവൾ വന്നിട്ട് ഞാൻ ഇവരെ ഇത് കാണിക്കട്ടെ. ഞാൻ പറയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നീ എവിടെ പെർഫോം ചെയ്യുന്നു അവിടെയാണ് നിനക്ക് കിട്ടേണ്ടത്. നിൻ്റെ പെർഫോമൻസും നിൻ്റെ കാര്യങ്ങളും 2 പേർ അറിഞ്ഞ് അവർ പറയുമ്പോഴാണ് നിനക്കത് കിട്ടേണ്ടത്. അതല്ലാതെ ആരുടെ മുമ്പിലും നമ്മൾ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. ഞാൻ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. എൻ്റെ കുട്ടികളുടെ പെർഫോമൻസും ഒന്നും നിങ്ങൾക്കൊരു യൂട്യൂബിലോ ഒരു ഫേസ്ബുക്കിലൊന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് ഐ വിൽ നോട്ട് പുട്ട് ഇറ്റ്. അത് ഞാൻ ഷെയർ ചെയ്യുന്ന ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ള ചില കൗതുകമായ കാര്യങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഫാമിലിയുടെ കൂടെയുള്ള ചില വാട്സപ്പിലൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയെ പറ്റി ഞാൻ പറയാം. നമുക്ക് മോട്ടിവേഷൻസ് ഉണ്ട്. എല്ലാവർക്കും മോട്ടിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മോട്ടിവേഷൻസിൽ 2-3 കാര്യങ്ങളുണ്ട്. നമ്മളെ ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്നുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന എന്താണ് ഇമ്പോർട്ടൻ്റ് ടു ഡൂ അല്ലെങ്കിൽ നോട്ട് ടു ഡൂ എന്നുള്ളതിനാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്. അപ്പം ഈ എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് പുറമേയിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ പണിഷ്മെൻറ്റ്സ്, റിവാർഡ്സ്, ഫെയിം, അപ്രീസിയേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ചില പേരൻസൊക്കെ നമ്മൾ പറയും കുട്ടികൾക്ക് റിവാർഡ്സ് കൊടുക്കും, എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരതങ്ങനെ ചെയ്യട്ടെ. അപ്പം റിവാർഡ്സിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അവരെ മോട്ടിവേറ്റഡ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന അവർക്കൊരു എന്തിലെങ്കിലും എത്തിപ്പെടണം എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാതെ പോകും. ഒരു കുട്ടി വരുമ്പോൾ അത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഏറ്റവും മനോഹരമായിട്ട് ചെയ്യും, നല്ല ക്വാളിറ്റി വരുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതല്ലാതെ ഒരു ജോലി
ജോലി ചെയ്യുന്നതിന് പെട്ടെന്നൊരു അപ്രീസിയേഷൻ കൊടുത്തു, അവിടെ ഒരു റിവാർഡ് കൊടുത്തു, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടി എക്സ്ട്രിൻസിക്കലി ഫോക്കസ്ഡ് ആവും, എക്സ്ട്രിൻസിക് റിവാർഡ്സിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരാൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ അയാൾക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും എനിക്ക് എത്തിപ്പെടേണ്ട ഏരിയയിലേക്ക് എനിക്ക് എത്തിപ്പെടുക തന്നെ വേണം. എൻ്റെ വിഷൻ, എൻ്റെ ഗോൾസിലേക്ക് ഞാൻ എത്തിപ്പെടാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല. ഇവിടെ ഒരാൾ എനിക്ക് അപ്രീസിയേഷൻ തന്നില്ല, അവിടെ ഒരാൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്തു, ഇവിടെ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല, എനിക്ക് റിവാർഡ് കിട്ടിയത് കുറഞ്ഞു പോയി അല്ലാതെ അങ്ങനെ ആയിപ്പോയി, എന്നെ ഇതൊന്നും ബാധിക്കില്ല. അവിടെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പേരൻസ് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരണം. അവരോട് പറയണം, സീ വാട്ട് യു ആർ, ജസ്റ്റ് ബിൽഡ് ഇറ്റ്. അത് നിന്നിലേക്ക് തന്നെ നോക്കി നിന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് വാ. അവിടെ നീ എത്തുമ്പോൾ നിനക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും നിൻ്റേതായ രീതിയിൽ വരും. നമ്മൾ പറയത്തില്ലേ, കുട്ടികൾ വലുതായി കഴിയുമ്പോഴത്തേനും ചില പ്രാക്ടീസസ് ഉണ്ട്. എന്നോട് തന്നെ ചില പേരൻസ് ചോദിച്ചിട്ടുണ്ട്, സൂസൻ കുട്ടികൾ ഇപ്പം തുണി മടക്കി വെച്ചാൽ ഞാൻ 5 രൂപ തരാം, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ റൂം എന്നും ക്ലീൻ ആയിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 5 ദിറംസ് തരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്ത് ജോലി ചെയ്യാനും അവർ പിന്നെ ഒരു എക്സ്റ്റേണൽ റിവാർഡ്സിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും ആകുമ്പോൾ അത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. യു നീഡ് ടു ഫീൽ ഗുഡ് അബൌട്ട് യുവർ റൂം, യു നീഡ് ടു ഫീൽ ഗ്രേറ്റ് അബൌട്ട് ഹെൽപ്പിംഗ് യുവർ പേരൻസ് ആൻഡ് ഡൂയിങ് സ്മോൾ ഹൗസ് ചോർസ്. അത് തന്നെ ആയിരിക്കണം അവരുടെ. പിന്നെ അവർ നല്ല നല്ല ഭംഗിയായിട്ട് നമ്മൾ പറയുമ്പോൾ എന്ത് രസമായിട്ട് നീ ചെയ്തു എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പേരൻസ് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ നല്ല പെർഫോമർ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത ഗ്രൂപ്പുമാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ പേരൻസും ഒക്കെ ആയിട്ട് അത് ഷെയർ ചെയ്യാൻ നോക്കണം. നിങ്ങൾ പുറത്തേക്ക് ഇടുമ്പോൾ പലരും അയ്യോ ഇന്നേറെ കൊച്ചാലേ അന്ന് ഒന്ന് ഹായ് ഓക്കെ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. പക്ഷേ പലരും ആ കുട്ടികളുടെ പെർഫോമൻസിൽ അവർക്കിത് നല്ല രീതിയിലായിരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കില്ല പലർക്കും അതിനോട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. എന്തിനാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ പ്രദർശിപ്പിക്കുന്നത്? അവർക്ക് മനസ്സിലാകാത്ത, അവർക്ക് പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇനി എല്ലാ കുട്ടികളുടെയും പേഴ്സണാലിറ്റി സ്ക്രിപ്റ്റ് ഫോം ചെയ്യുന്ന അപ് ടു 7 ഇയേഴ്സ് 7 to 8 ഇയേഴ്സ് ആകുമ്പോഴത്തേനും കുട്ടികളിൽ നല്ല രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റി സ്ക്രിപ്റ്റ് ഫോം ചെയ്യും. ആ സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ടാണ് അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു കുട്ടിക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ആ 7-8 വയസ്സിൽ നല്ലതുപോലെ കൊടുക്കണം. ഇന്നതാണ് ലൈഫ്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് സെൽഫ് കോൺഫിഡൻസ്, ഇതാണ് മോട്ടിവേഷൻ, ദിസ് ഇസ് ദ റൈറ്റ് മോട്ടിവേറ്റിംഗ് ലൈഫ്, ദിസ് ഇസ് ഹൗ യു നീഡ് ടു ഡീൽ വിത്ത് പീപ്പിൾ, ഹൗ ടു മാനേജ് യുവർ റിലേഷൻഷിപ്പ്, ഹൗ ടു മാനേജ് യുവർ സെൽഫ്, യുവർ ഇമോഷൻസ്. ഇതെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയമാണ് 8 വയസ്സ് വരെ. 8 വയസ്സ് കഴിയുമ്പോൾ അവരെ ഏകദേശം അതനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ ലൈഫിലേക്ക് പോകുന്ന ഒരു കുട്ടിക്കാണ് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുക. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത്, ഈ കുട്ടികൾക്കെല്ലാം പിന്നെ ഒരു ആങ്സൈറ്റി ഉണ്ടാകാറുണ്ട്. ഞാൻ ചിലപ്പോൾ കേൾക്കാറുണ്ട്, ചില കുട്ടികൾ പടം വരയ്ക്കുന്നവരാകാം, ചിലർ പാട്ടെഴുതുന്നവരാകാം, ചിലർ റൈറ്റ് ചെയ്യുന്നവരാകാം, ചിലർ ഇതുപോലെയുള്ള പെർഫോമൻസ് ടിക്ടോക്കും ഒക്കെ ചെയ്യുന്നവരാകാം. അപ്പോൾ ഇവർ ഈ ടിക്ടോക്ക് അതിലേക്ക് ഇടുമ്പോൾ എത്ര പേര് ലൈക്ക് ചെയ്തു, എത്ര പേര് അയ്യോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവിടെ ലൈക്ക് വന്നില്ല, അയ്യോ ദേ ഡിഡ്ന്റ് ലൈക്ക്, അയ്യോ അങ്കിൾ കമൻറ്റ് ചെയ്തില്ലേ, അമ്മ ആ അങ്കിളിനെ ഒന്ന് വിളിക്കുമോ, ലെറ്റ്സ് ആസ്ക് ദി അങ്കിൾ ഹൗ ഇറ്റ് വാസ്. അങ്ങനെയുള്ള വറീസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ അക്സെപ്റ്റ് ചെയ്തത്, എന്തിനാണ് വെറുതെ അൺനെസസറി വറീസ് ആ കൊച്ചു പ്രായത്തിൽ ആ ഒരു ആങ്സൈറ്റിയും ടെൻഷൻസും ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇതെല്ലാം പേരൻസ് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ നമ്മളതങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും. മേ ബി യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി ഇൻ മൂവീസ് ഓർ സംവെയർ ഇൻ ആക്ടിങ് പ്രൊഫഷൻ ഓർ എനിത്തിങ്, അതിന് പല രീതികളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കുള്ള രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ വിടാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. പക്ഷേ ഇവിടെ വേറൊരു പേരൻസിൻ്റെ ഒരു ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് തോന്നുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ എനിക്ക് പറയാനുള്ളത്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു വാസ്തവമാണ്. കാരണം പേരൻസിന് കിട്ടേണ്ട ഒരു പേര്, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, അപ്പോൾ എൻ്റെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇതാരുടെ മോളാണ്, അങ്ങനെയാണോ, അത് ആ രീതിയിലുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതായത് ഞാൻ എന്തോ അച്ചീവ് ചെയ്ത പോലെ എൻ്റെ മകളിൽ കൂടെ ഞാൻ എന്നെ കാണുന്നു, അല്ല എൻ്റെ മകനിൽ കൂടെ എനിക്ക് ആ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഫീലിൽ നിന്നാണ് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അത് ആ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ വാവ് അതങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടിയെ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരേണ്ടത്, അവളുടെ സൈക്കോളജിക്കൽ, അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ആയിട്ട് അവരുടെ സൈക്കോളജിക്കൽ ലെവൽ ഏറ്റവും നന്നായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം. അതുപോലെ തന്നെ അവരെ വെറുതെ നമ്മൾ ഇതുപോലുള്ള ഏരിയാസിലും ടിക്ടോക്കിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ പറയും നല്ല കാര്യങ്ങൾ ചെയ്തോട്ടെ, ദർ ഇസ് നോ പ്രോബ്ലം. അവിടെ നല്ല കുട്ടികൾ നല്ല കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ചീത്ത പറയുക, അതല്ലെങ്കിൽ അങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കാണിക്കുക, അതിന് തന്നെയാണ് ഞാൻ പറയുന്നത്, കോപ്രായങ്ങൾ നിങ്ങളുടെ
കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. നമ്മൾ പറയത്തില്ലേ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വരയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. വെറുതെ അവർക്ക് ഭയങ്കര ബൂസ്റ്റ് കിട്ടും, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കിട്ടും. ദേശം വാവ് ഐ ഡിഡ് സംതിങ്. അപ്പോൾ അവർ പക്ഷേ റിയലൈസ് ചെയ്യുന്നില്ല എന്ത് ചെയ്തിട്ടാണ് അവർക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെ ചെയ്യിപ്പിക്കാതെ വളരെ ജെനുവിനായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്യട്ടെ. എങ്കിലും ഞാൻ എപ്പോഴും എല്ലാ പേരൻസിനോടും പറയും, പ്ലീസ് ഡു നോട്ട് മേക്ക് ദം ഡൂ ദാറ്റ് ഇൻ ദ ഒരു ഫേസ്ബുക്കിലും അവിടെ ഇവിടെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കുട്ടികളെ അധികം പ്രദർശിപ്പിക്കാതിരിക്കുക. കാരണം ഫിസിക്കൽ വേൾഡിൽ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. വെറുതെ ഫേസ്ബുക്കിൻ്റെ മുകളിൽ ഒരു 4 പേരുടെ മുമ്പിൽ അവർ നന്നായിട്ട് അവരുടെ പേഴ്സണാലിറ്റിയെ നല്ലപോലെ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കണം. അധികം സോഷ്യൽ മീഡിയ പ്രസൻസ് കുട്ടികൾക്ക് കൊടുക്കരുത്. ആ രീതിയിലുള്ളൊരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ സക്സസ്ഫുൾ ലൈഫിലേക്ക് ആ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാത്തൊരവസ്ഥയുണ്ടാവും. കൂടാതെ അൺനെസറി വറീസും ആങ്സൈറ്റീസും നിങ്ങൾ കുട്ടിയിലേക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം അവരവരുടെ കാര്യത്തിലേക്ക് പതുക്കെ അവരിപ്പോൾ ഡാൻസ് പഠിക്കട്ടെ, അവർ മ്യൂസിക് പഠിക്കട്ടെ, നല്ല രീതിയിൽ അവർ വരുന്നുണ്ട്, കോമ്പറ്റീഷൻസ് വിൻ ചെയ്യട്ടെ, അങ്ങനെയൊക്കെ അവർ പ്രശസ്തരാവട്ടെ. ആ രീതിയിൽ അവരുടെ ഉള്ളിൽ നിന്നുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കുട്ടികൾ പ്രശസ്തരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരും. മീഡിയാസ് അവരെ ഏറ്റെടുക്കും, മീഡിയാസ് അവരെ പ്രസൻറ്റ് ചെയ്യും. അതല്ലാതെ നമ്മളായിട്ട് അവരെ ഇങ്ങനെ ആക്കിയിട്ട് അവരിലേക്കൊരു ഫോൾസ് പ്രൈഡും ഫോൾസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷനും ഒക്കെ കൊടുക്കാതിരിക്കുക. അപ്പം തീർച്ചയായിട്ടും പേരൻസ് ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ അമ്മാനത്ത് എന്ന് പറയും. അപ്പോൾ അവരെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഞാനിത് പറഞ്ഞത് ഏതെങ്കിലും പേരൻസിന് ഇതിനെപ്പറ്റി അറിവില്ലെങ്കിൽ അവരത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പേരൻസ് ഡിറ്റർമിൻഡ് ആണ്, ഐ ജസ്റ്റ് ഗോ ഫോർവേഡ് ലൈക്ക് ദിസ് ഇസ് മൈ ലൈഫ്, ഐ വോണ്ട് ടു ഡു ഇൻ ദിസ് വേ, മൈ ചൈൽഡ് ഇസ് വാട്ട് ഐ ഡിസൈഡ്, ഐ വോണ്ട് ടു ഗോ ഇൻ ദാറ്റ് വേ എന്ന് പറയുന്നവരോട് അല്ല ഞാനിത് പറഞ്ഞത്. അവർക്ക് അതുപോലെ തന്നെ പോകാം. ഞാനിത് പറഞ്ഞത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പേരൻസിന് അവർക്ക് അറിയാൻ മേലാതെ അവരിത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് റീതിങ്ക് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അതുകൊണ്ട് അത് തീരുമാനിച്ചുറച്ചിട്ടുള്ള പേരൻസ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുക. അതിന് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേതാണ്, നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് നിങ്ങളുടേതാണ്. നിങ്ങളാണ് അവരെ ഡെവലപ്പ് ചെയ്യുന്നത്, നിങ്ങളാണ് അവരുടെ മെൻറ്റേഴ്സ്, നിങ്ങളാണ് അവരുടെ കോച്ചസ്, നിങ്ങളാണ് അവരുടെ ഗുരൂസ്. സോ എങ്ങനെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകണം എന്നുള്ള എല്ലാ പേരൻസിനും തീർച്ചയായിട്ടും അറിവുള്ളതാണ്. അപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വളർന്നു വരാൻ എല്ലാ പേരൻസിനും അവരെ മെൻറ്റർ ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ തിരിച്ചറിവുകളും എല്ലാം സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.